ചർച്ചകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായത് ജനകീയ പ്രതിഷേധങ്ങളല്ല എന്നാണ് ചില നേതാക്കൾ രാഹുലിനെ അറിയിച്ചത്. കൃത്രിമമായ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയെന്നാണ് നേതാക്കളുടെ ആരോപണം. ദില്ലിയിലെത്തിയ നേതാക്കളിൽ ഭൂരിപക്ഷ പിന്തുണയും കെ സി വേണുഗോപാലിനാണ്. റോഷിപാൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. റോഷിപാൽ, കഴിഞ്ഞ ദിവസം നേതാക്കളുടെ ഭാഷയിൽ വെറും ബഹളങ്ങൾ മാത്രമാണ് പ്രതിഷേധങ്ങൾ എന്നുള്ളതായിരുന്നു. ഇപ്പോഴത് കൃത്രിമ പ്രതിഷേധമായി. കഴിഞ്ഞ ദിവസം ടി വി പ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞത് ഇടക്കാലയളവിൽ തിരുവനന്തപുരത്ത് കണ്ട കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും വലിയ ശക്തി പ്രകടനമോ പ്രതിഷേധമോ ഇതാണ് എന്നാണ്. ഇത് മുഴുവൻ കൃത്രിമം എന്നൊരു ഫീഡാണോ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്? ഇന്ന് ദില്ലിയിലെത്തിയ നേതാക്കൾ, അതിൽ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ് ഇങ്ങനെ ചില പരാതികൾ രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് എത്തിച്ചത്. കാരണം അതിന് അവർ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം നേതാക്കൾ മാധ്യമങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് പ്രതിഷേധം അവസാനിപ്പിക്കണം, ബോർഡുകൾ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ അടുത്ത മിനിറ്റിൽ തന്നെ ബോർഡുകൾ അപ്രത്യക്ഷമാകുന്നു, പ്രതിഷേധങ്ങൾ ഇല്ലാതാകുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം അവിടെ നിർത്തുന്നു. അപ്പോൾ അത് കൃത്രിമം എന്നാണ് അവർ പറയുന്നത്. ജനകീയമായി സ്വയം ഉണ്ടായ ഒരു പ്രതിഷേധമല്ല, അത് ഏകോപിപ്പിക്കപ്പെട്ട ഒരു പ്രതിഷേധമാണ്. അതിന് പിന്നിൽ ചില നേതാക്കളുണ്ട് എന്ന ആക്ഷേപമാണ് അവർ ഉയർത്തിയത്. കാരണം തിരുവനന്തപുരം അടക്കം പല ജില്ലകളിലും പ്രകടനം നടത്തിയവരിൽ കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളാണ്, പ്രവർത്തകരാണെന്ന പരാതി കൂടിയുണ്ട്. അത് വിവിധ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകൾ, KPC നൽകിയ റിപ്പോർട്ടിൽ തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരടക്കം പലയിടങ്ങളിലും പ്രകടനങ്ങളിൽ പങ്കെടുത്തതായി അവർ ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കം കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഏതാണ്ട് 15 നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ 15 നേതാക്കൾ മാത്രമാണ്, അതിനപ്പുറത്തേക്കുള്ളവരൊന്നും കോൺഗ്രസ്സുകാരല്ല എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും KPCCയും പറയുന്നത്. അത് ഓരോ ഇടങ്ങളിലും അങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ വെച്ചുകൊണ്ടാണ് വർക്കിംഗ് പ്രസിഡന്റുമാരുൾപ്പെടെ കെ സി അനുകൂലിക്കുന്നവർ ഇങ്ങനെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ പോലും ഇറങ്ങുമ്പോഴല്ലേ അതൊരു ജനകീയ പ്രതിഷേധമായി മാറുന്നത്? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന നേതാക്കളുടെ അണികൾ മാത്രം ഇറങ്ങുമ്പോഴല്ലേ? ഇനി കെ സി വേണുഗോപാലിന് അനുകൂലമായി ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചത് CPM-ന്റെ ഒരു പ്രവർത്തകനാണ് എന്നൊരു വാർത്ത വന്നിരുന്നല്ലോ, അതും അറിയിച്ചിട്ടുണ്ടാകുമോ? മാധു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നേതാക്കൾ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ പ്രതിഷേധമില്ലാതായത് ഇത് അവരാണിത് ഏകോപിപ്പിച്ചത് എന്ന് തെളിയുന്നു എന്നാണ് ഇവർ ഉന്നയിച്ച പരാതി. ഒരു നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഇനി പ്രതിഷേധം മാറില്ല. അതിനുശേഷം പിന്നീട് ഒരു പ്രതിഷേധവുമില്ല, ഒരു ഫ്ലെക്സ് ബോർഡുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഇതാണ്, അല്ലാതെ ഇത് ജനകീയമായല്ല, ഇത് കൃത്രിമമാക്കി ഉണ്ടാക്കിയ പ്രതിഷേധമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് PR കമ്പനികളാണ്, പണം കൊടുത്ത് ആളെ ഇറക്കി എന്ന ആക്ഷേപം കൂടിയാണ് അവിടെ ഉയർത്തിയത്. അങ്ങനെ വ്യാപകമായി കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് എത്തി. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. ഈ പ്രതിഷേധങ്ങളിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തിയുണ്ട്. ഇത് കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ 3 പേരോടും കടുത്ത ഭാഷയിൽ രാഹുൽ ഗാന്ധി അന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ പരിപാടി ഇവിടെ വേണ്ട, ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ഹൈക്കമാൻഡ്. കാരണം ഒരു കാലത്തും ഹൈക്കമാൻഡ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാറില്ല. പ്രതിഷേധിച്ചാൽ പ്രതിഷേധിക്കുന്നവർ പുറത്ത്, അത് പൊതുവെ ഒരു രീതിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. പെട്ടെന്ന് തന്നെ പ്രവർത്തകരെ, അനുയായികളെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം നടത്തി, അത് വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ആരെ പ്രഖ്യാപിച്ചാലും പ്രതിഷേധം ഉണ്ടാകില്ല എന്ന കണക്കുകൂട്ടൽ കൂടി ഹൈക്കമാൻഡുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പരാതി ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് എത്തുമെന്ന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് പക്ഷേ ഉന്നയിച്ചവരൊക്കെ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്. പരാതി പോയിരിക്കുന്നത് VD സതീശൻ പക്ഷത്തിനെതിരെയുമാണ്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ തിരുവനന്തപുരം, കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂര്, അതുപോലെ വയനാട്, ഈ ഇടങ്ങളിലൊക്കെ ഉണ്ടായ പ്രതിഷേധങ്ങൾ, കോട്ടയത്ത് പ്രതിഷേധമുണ്ടായി, മലപ്പുറത്ത് പ്രതിഷേധമുണ്ടായി, ഈ ഇടങ്ങളിലൊക്കെ ഉണ്ടായ പ്രതിഷേധങ്ങൾ മുഴുവനും കൃത്രിമ പ്രതിഷേധമാണ് എന്നാണ് ചില നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.